ടി ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാൽ, വലിയ ആക്രമണമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും സമാധാന ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നതിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണം, അതും സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച ഒരു രാഷ്ട്രത്തിനെതിരെയുള്ള ആക്രമണം, അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല. എന്താണിപ്പോൾ ഖത്തറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം? ഒപ്പം തന്നെ ഇസ്രായേലിന്റെ അവകാശവാദങ്ങളെ തള്ളുന്നുണ്ടല്ലോ ഹമാസ്. അസിത, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 2 പേർ കൊല്ലപ്പെട്ടതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഗസയിലെ ഹമാസ് തലവനായ കരീം അൽഹയ്യയുടെ മകൻ ഹമീം അൽഹയ്യ, അതുപോലെ തന്നെ ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലബാദെ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹമാസിന്റെ സമുന്നത നേതാക്കളായ കരീം അൽഹയ്യ, ഖാലിദ് മിഷൽ, ഷഹർ ജബലിൻ, നിസാർ അവദല്ല എന്നിവരും ആക്രമിക്കപ്പെട്ട കെട്ടിടത്തിലുണ്ടായിരുന്നു എന്നാണ് സൂചന. പക്ഷേ ഇവർ സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ആക്രമണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഖത്തർ പറയുന്നത് തന്നെ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്, ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ്. അതേസമയം ഇസ്രായേൽ പറയുന്നു ഒക്ടോബർ 7 ആക്രമണത്തിന് ഉത്തരവാദികളായ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് സമ്മിറ്റ് ഓഫ് ഫയർ എന്ന പേരിട്ട ആക്രമണം നടത്തിയത്. ജമാലി, കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ അത് ഖത്തർ സ്ഥിരീകരിക്കുന്നുണ്ടോ, അതോ ഇസ്രായേലിന്റെ അവകാശവാദമാണോ? ഇത് പലസ്തീൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവരുടെ പേരുവിവരങ്ങൾ ഇസ്രായേൽ ആദ്യമായി IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സോ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പലസ്തീൻ മാധ്യമങ്ങളാണ് ഈ 2 പേരുടെ പേര് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞത്. US-ന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയുടെ ഈ ആക്രമണം എന്നതാണ് കൃത്യമായി ലഭിക്കുന്ന വിവരം. ഇതിനെ സംബന്ധിച്ച് സ്ഥിരീകരണം ലഭ്യമാണെങ്കിൽ പോലും കൃത്യമായ വിവരങ്ങൾ അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഖത്തർ ശക്തമായ പ്രതിഷേധവുമായാണ് രംഗത്തുനിന്നത്. ഖത്തറിനൊപ്പം തന്നെ വിവിധ രാജ്യങ്ങൾ, ഈ UN, അതുപോലെ തന്നെ സൗദി അറേബ്യ, UAE, കുവൈത്ത്, ജോർഡാൻ, ഇറാഖ്, പലസ്തീൻ, അതുപോലെ തുടങ്ങിയ തന്നെയും ഈ ആക്രമണത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗസയിലെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച എത്തിയവരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ് ഈ ഇസ്രായേലിന്റെ ആക്രമണം എന്നതാണ്.